നോക്കാണ്. 3, 2, 1 സ്റ്റാർട്ട്. ഹായ്, നീ നോക്കണേ. 3, 2, 1 സ്റ്റാർട്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്മയ ഹാർട്ട്. എൻ്റെ പേര് വിസ്മയ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ സ്വന്തം നൊസുവിനായിട്ടാണ് ഗൈസ് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് ഉഷാറ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇവളായിട്ട് ഇങ്ങനെ ലോങ് വീഡിയോ ഇപ്പൊ എടുത്തൊന്നും ഇവളായിട്ട് ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ടില്ല. നമ്മൾ ലോങ് വീഡിയോ എന്നാ ചെയ്തത് ലേറ്റസ്റ്റ് ആയിട്ട് അന്ന് നിന്റെ വീടിന്റെ പാൽക്കാച്ചലിനാണ്. പിന്നെ ഇവിടെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കാണാൻ, അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ആളെ കാണുന്നില്ല. അപ്പോഴേക്കും ഫാൻസ് ഒക്കെ ആയി. ഞങ്ങൾ കമന്റ്സിൽ കാണാം നുസു ഫാൻസ് ലൈക്ക് ഹിയർ, നുസു ഫാൻസ് ലൈക്ക് ഹിയർ. അതിന് കുറെ കമന്റിൽ 79 ലൈക്ക്, 120 ലൈക്ക്, അങ്ങനെയൊക്കെ എന്തോരം ലൈക്കുകളാണ് അറിയാൻ. വെൽ ഡൺ മൈ ഗേൾ. നിന്റെ അടുത്ത് പറഞ്ഞു കേട്ടോ ഗൈസ്, നീലും ഇവിടെ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, ന്യൂസൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗൈസ്, നമ്മള് ഇന്ന് നുസു ഇവിടുന്ന് പോവാണ്. അപ്പൊ നുസു വന്നിട്ട് കറക്റ്റ് എത്ര ദിവസമായി? 10. നുസു വന്നിട്ട് 10 ദിവസമായി ഗൈസ്, 10 days ആയി. അപ്പോൾ ഇന്ന് അവള് പോകും ഗൈസ്. ഞങ്ങൾക്ക് ഭയങ്കര ധർമ്മസങ്കടത്തിലാണ്. കാരണം നല്ല രസമായിരുന്നു, രാത്രിയായിരുന്നു നമ്മുടെ മൂഡ് ശരിക്കും ഫുൾ ഓൺ ആവുക. സംഭവം എന്താ വെച്ചാൽ രാവിലെ എപ്പോഴും 24 മണിക്കൂർ ഇവിടെ ചളി പറഞ്ഞ് ശില്പിക്കില്ല ഞങ്ങളുടെ പണി. അത് പോരാഞ്ഞിട്ട് രാത്രിയാണ് ഞങ്ങളുടെ എന്താ പറയാ ശരിക്കുള്ള അസുഖം തുടങ്ങാം. ഇവള് ചിരിച്ചിരിച്ച് വയറൊക്കെ എടുത്ത് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഇവള് കരയാൻ തുടങ്ങും ഗൈസ്, ചിരിച്ചിരിച്ചിട്ട്. ഞങ്ങൾ ഒരു ദിവസം നോക്കുമ്പോൾ മൂപ്പരാണ് കണ്ണൊക്കെ അടച്ചിങ്ങനെ ഇരിക്കുന്നു, നോക്കതേ വെള്ളം വരുന്നു, ഇപ്പൊ ചിരിക്കുന്നു. ഇത് അങ്ങനത്തെ ഒരു കുട്ടിയാട്ടോ, അങ്ങനെ കാറ്റ് പോയാലും ചിരിക്കും. എന്നിട്ട് അവളിപ്പോ സ്വന്തമായിട്ട് ക്യാമറയെ നോക്കിയിട്ട് അവളെ മുടി കൊളായി നേരത്തെ പറഞ്ഞിരുന്നു വിഷമിക്കുമായിരുന്നു. ഞാൻ എണ്ണയിച്ചിട്ടുണ്ട്, എന്നാലും അവൾക്ക് വിഷമമാണ് ഗൈസ്, അവളെ മുടി ബോറായി എടുക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ഇന്ന് ന്യൂസ് പോകുന്നതുകൊണ്ട് ഞങ്ങളൊക്കെ നല്ല വിഷമമുണ്ട്. പിന്നെ അമ്മയുടെ പ്ലാൻ വെച്ചിട്ട് ഇന്ന് ഡയറക്റ്റ് എന്താ ഗുരുവായൂർ പോയിട്ട് പ്രിയങ്കയെ പോകാനായിരുന്നു. അപ്പോൾ അങ്ങനെ ആയാൽ മതിയായിരുന്നു. നുസുവിന്റെ സംസാരമൊക്കെ കേൾക്കാൻ എന്തായാലും അവർക്ക് ആഗ്രഹം ഉണ്ടാവും. നല്ല രസമാണ് സംസാരം കേൾക്കാൻ. എന്തായാലൊക്കെ പറഞ്ഞു. നീ ഏത് സ്കൂളിലാണ് പഠിക്കണം പറഞ്ഞോ? ഞാന് ഇപ്പൊ ഒരു ഓൺലൈൻ സ്കൂളിൽ തന്നെ. സ്കൂളിന്റെ പേര് പറഞ്ഞു? സ്കൂളിന്റെ പേര് കിങ്സ് ഇന്റർ ഹൈ എന്നാണ്. UK ഓൺലൈൻ ആണ്. അപ്പൊ അതിലാണ് ഇപ്പൊ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മള് ശരിക്കും സ്കൂളിൽ പോകും. ഇപ്പൊ അത് ഉറപ്പായില്ല. ഇപ്പൊ അവള് ഓൺലൈനിലാണ്. നമുക്ക് കോവിഡ് സമയത്തായിരുന്നു ഓൺലൈൻ ഉണ്ടായിരുന്നത്. ഇവര് കോവിഡ് കഴിഞ്ഞിട്ട് ഓൺലൈനാണ്. കാരണം നീ UK സ്കൂളല്ലേ, UK ബേസ്ഡ് ആണ് ഇവളുടെ സ്കൂൾ വരുന്നത്. ഇവർ UK ബേസ്ഡ് ആയിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഇവര് ദുബായിലാണ് സ്റ്റേ. കറക്റ്റ് അല്ലേ പറയുന്നതൊക്കെ? അപ്പൊ അതുകൊണ്ടല്ല, തെറ്റ് വന്ന പ്രശ്നമാണ്. അതുകൊണ്ട് കട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ചോദിച്ചത് അവളുടെ അടുത്ത്. അപ്പോൾ സ്കൂൾ വന്നിട്ട് UK അപ്പൊ അതുകൊണ്ടാണ് ഓൺലൈൻ ക്ലാസ്സസ്. ഓക്കെ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാൻ വരുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ വെക്കേഷൻ അല്ലേ നിങ്ങൾക്ക്? ഇവർക്കിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ബുദ്ധിമുട്ടൊന്നും വന്നില്ല. നാട്ടിൽ വന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമൊക്കെ വന്നു. ഇവിടെ വീട്ടിൽ വന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, സുഖമായിരുന്നു. ഫുൾ തകർത്ത് മറിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മൈലാജ് ഇത് കാണിച്ചു കൊടുത്ത് ഗൈസ്, അത് കളറൊന്നും വന്നില്ല, ഞങ്ങളെ പറ്റിച്ചു. കുഴപ്പമില്ല. ചിലപ്പോൾ ഇങ്ങനെ AC തണുപ്പ് ഇട്ടുമ്പോൾ അത് തോന്നുന്നത് ഉണങ്ങാത്ത ഇല്ല. പെട്ടെന്ന് ഉണങ്ങി, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കളർ വന്നില്ല. അതെ, കളർ വന്നില്ല. അപ്പൊ നുസു എന്ന് വെച്ചാൽ ഒരു നെയിൽ പോളിഷ് ക്രേസ് ഉള്ള കുട്ടിയാണ്. കൈ കാണിച്ചാൽ അവളെ നെഗ് അവള് വളർത്തിയ നെഗാണ് ഗൈസ്. ഞാനൊക്കെ എത്ര വളർത്താൻ നോക്കിയാലും എൻ്റെ നെഗം ഒരു ലിമിറ്റ് കഴിഞ്ഞ് നീളം വെക്കില്ല. എന്തൊക്കെ ചെയ്താലും നീളം വെക്കില്ല ഗൈസ്. എന്താ സംഭവം അറിയില്ല. എൻ്റെ കുഞ്ഞു ചുക്കുടി നെഗാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ പെയിന്റ് ഒന്നും നെയിൽ പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ നല്ല നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ടാണ്. നാച്ചുറൽ ബ്യൂട്ടി ഗൈസ്. നാച്ചുറൽ ആയിട്ട് അവൾക്ക് ബ്ലഷ് വരെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ പീച്ച് അപ്പം വരും ബ്ലഷ്. നമ്മളൊക്കെ ക്രീം തേച്ച് ബ്ലഷ് ആക്കണം. സാരമില്ല, എവരി റോങ് ഹാസ് എ ഡേ. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ വിചാരിച്ച പോലെയായിട്ട് വീഡിയോ എടുക്കാന്ന്. നല്ല വേനെടുക്കണ്ട കാലം, നീ സാധാ പോലെ ഇരുന്ന മോളെ. ഇപ്പൊ ഞങ്ങള് ചെറുതായി കേട്ടോ ക്യാമറ. അയ്യോ ഓക്കെ, ഇവിടെ ഒന്ന് ചിരിപ്പിച്ചിട്ട് കുറച്ച് പ്രശ്നക്കാരിയാണ്. അപ്പൊ മിലു ഒന്നും നിക്കാൻ വന്നിട്ടില്ല. മിലു അവന്റെ വീട്ടിൽ തന്നെയാണ്, അതായത് മാമന്റെ വീട്ടിലാണ്. പിന്നെ എന്താ പറഞ്ഞ അമ്മ വീട്ടിലേക്ക് വരണെന്ന് ഞാൻ എന്താ വിളിച്ചിട്ടല്ലേ? അവ പറഞ്ഞവൾക്ക് അവളെ അമ്മയച്ഛനൊക്കെ അവളെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് നിനക്ക് മിസ് ചെയ്യുമ്പോ നല്ലോണം മിസ് ചെയ്യുന്നു. പക്ഷെ കസിൻസ് ഉള്ളതുകൊണ്ട്
പിന്നെയും അതൊക്കെ എത്ര നമുക്ക്. അപ്പോൾ അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് പാരൻസിനൊക്കെ മിസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹോം സിക്ക് ആവും. ചില സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് സങ്കടം തോന്നുന്നത്. ഞാനൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ അറിയാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും മിസ്. അതെ, ഭയങ്കര പെട്ടുപോകും. പക്ഷെ ഇപ്പോൾ ഇവിടെ ഫുൾ എൻ്റെ അമ്മേനെ കുഞ്ഞാൻറ്റി എന്നാണ് വിളിക്കുക. അതായത് അമ്മ കുഞ്ഞി ആൻറ്റിയാണ്. അതിന് മൂത്ത ആൻറ്റീൻ്റെ അതാണ് എൻ്റെ വല്യമ്മ. അതിനാണ് വലിയ ആൻറ്റി വിളിക്കാം. ഓക്കെ, അതാണ് കുഞ്ഞാൻറ്റി ആണ് വലിയ ആൻറ്റി. ഓക്കെ, ഇതൊക്കെ ക്ലിയർ ചെയ്ത് തന്നു. എന്നാലും നുസു ഫാൻസിനൊക്കെ നല്ല സന്തോഷമായിട്ടുണ്ടാവും. ഇപ്പം നുസുവിൻ്റെ വർത്താനവും സൗണ്ടൊക്കെ കേട്ടപ്പോൾ. നിന്റെ ഒറിജിനൽ ഫുൾ നെയിം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തോളൂ. നുസെന്ന് വിളിക്കും, പക്ഷെ പേര് നുസോമി. യെസ്, ഇവളിപ്പോൾ നല്ല അടിപൊളിയായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര, ആദ്യം മീൻസ് ഇക്കൊല്ലം വന്നിട്ടല്ല, മുമ്പൊക്കെ ഇങ്ങനെ കുറേ ദുബായിൽ നിന്നിട്ട് പെട്ടെന്ന് നാട്ടിൽ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവൾക്ക് ഞങ്ങളെ മലയാളം മനസ്സിലാക്കാൻ. ഇപ്പൊ ഫുള്ള് സെറ്റായില്ലേ. ഇപ്പൊ ഏത് വളഞ്ഞ മലയാളം ആണെങ്കിലും അവള് മനസ്സിലാക്കിയെടുക്കും. അതുകൊണ്ട് തന്നെ കോമഡി ഒക്കെ പറയുമ്പോൾ അവള് സെറ്റാണ്. എത്രയല്ല പഠിക്കുന്നത്? ഞാനിപ്പോ 8ല്. 8ൽ നിന്ന് 9ലേക്ക്. അതേപോലെ ഞങ്ങളെ പോലെ എപ്പോഴാണ് വെക്കേഷൻ വരിക? അത് ജൂലൈ ഓഗസ്റ്റ് ഒക്കെ. നമുക്ക് സ്കൂൾ തുറക്കില്ല. ജൂൺ ജൂലൈ ആ സമയത്താണ് നമുക്ക് സ്കൂൾ തുറക്കുക. ജൂണിലാണ് തുറക്കുക. ഇവർക്ക് ആ ടൈമിലാവും വെക്കേഷൻ വരാം. നമുക്ക് വെക്കേഷനിലപ്പോൾ ഇവർക്ക് ക്ലാസ് ഉണ്ടാവും. അങ്ങനെയാണ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരിക. പിന്നെന്തോ ഞാനിപ്പോൾ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ മറന്നു. കുഴപ്പമില്ല. ഇന്ന് എനിക്ക് പ്രിയങ്ക പോയിട്ട് ആദ്യം വാങ്ങേണ്ട സാധനം എന്താ? ഐബ്രോ പെൻസിൽ. ഐബ്രോ പെൻസിൽ ഗൈസ്. ഇവിടെ പിരിക് ഇവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എടുത്തിക്കൊന്നേ. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതൊക്കെ ഒരു കഥയായിരുന്നു അല്ലേ. സംഭവം എന്താ വെച്ചാ, നമുക്ക് തുടങ്ങിയാലോ. അത് ഞങ്ങള് എന്താ ടൈം 4 വർഷം 3 വർഷമായില്ലേ. ഇവള് കഴിഞ്ഞ മുന്നത്തെ ഏതൊരു കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 വർഷത്തിന് മുമ്പ് ഇവള് നാട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു ലീവിന്. അപ്പോൾ ഇവള് ഇവിടെ നിൽക്കാം. അന്ന് നീ ഇവിടെ നിൽക്കാൻ വന്നെടുക്ക തന്നെയായിരുന്നു കേട്ടോ. അന്ന് ഈ കൊല്ലാണ് ഇത്രയും ലോങ് ഡ്യൂറേഷൻ വന്നിട്ടുള്ളൂ ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അന്ന് 2-3 ദിവസമൊക്കെ നിന്നിട്ട് പോവാ. അങ്ങനെയായിരുന്നു. അപ്പോൾ അന്ന് വന്നിട്ട് ഞങ്ങൾ ഇന്ന് പ്രേതത്തിന്റെ സംഭവമാണ് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല പേടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ റൂമിൽ നിന്ന് ഹാളിലേക്ക് പോവായിരുന്നു. ഇവള് ഹാളിൽ നിന്ന് അങ്ങോട്ട് ഓടി വന്നു. ഞങ്ങൾ രണ്ടുപേരും ഓടി വന്ന് ക്രാഷ് ആയി. അതെ, എൻ്റെ നെറ്റി വന്നിട്ട് അവളെ പിരികത്ത് ഇടിച്ചു. നല്ലൊരു ഇടി ഇടിച്ചു. അതിൽ എന്നെ നെറ്റി മുഴക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇവളെ പിരികത്തുനിന്ന് ഇങ്ങനെയായി ഗൈസ്. അതായത് ഇവിടുന്ന് ഇങ്ങനെ കീറിയിട്ട് അതിങ്ങനെ വിണ്ടു. അതൊക്കെ ഭയങ്കര. ഞങ്ങളതിങ്ങനെ ലൈവായിട്ടിരുന്ന് കാണാം. അതിങ്ങനെ പൊട്ടി വന്നത് ഞങ്ങൾ ലൈവായിട്ട് കണ്ടു. ഉള്ളിലൊരു കുഴിയും. അയ്യോ, ചോര മഴയായിരുന്നു. എൻ്റെ അമ്മ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്നിട്ട് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഇട്ടു. അയ്യോ, ഭയങ്കര ക്രൂഷ്യലായിരുന്നു ഗൈസ്. ഞാൻ എന്തിനാ കരയണമെന്ന് എനിക്കറിയില്ല. ഒന്നാമത് ഇവിടെ സംഭവം പൊട്ടിയത് ശരിക്കും പറഞ്ഞത് ഒരു കോയിൻസിഡൻസ് ആയിട്ട് പൊട്ടിയത്. അതായത് ഞങ്ങള് പർപ്പസ്ഫുള്ളി പൊട്ടിച്ചോന്നല്ല. അതെ, അപ്പൊ പെട്ടെന്ന് സംഭവമായിരുന്നു. അയ്യോ, അതുകൊണ്ട് അവിടെ പിരികത്തിനൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് കഴിച്ചു. ഗ്യാപ്പ് തന്നെ ഒരു ചെറിയൊരു വര പോലെ സംഭവം ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് എന്റെ പിരികൊക്കെ ത്രെഡ് ചെയ്ത് ഗൈസ്. ബ്യൂട്ടീഷ്യൻ ഇവിടെ ആയിരുന്നു. നഴ്സ് ഹെൽപ്പറും ഇവിടെ ബ്യൂട്ടീഷ്യൻ. ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഞാനിങ്ങനെ പ്ലക്കറ ട്വീസേഴ്സ് വെച്ചിട്ട് ഓരോന്ന് എടുത്തെടുത്ത് എനിക്ക് നല്ല സുന്ദര പിരികാക്കി തന്നു. ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ നിന്നപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയായി ഗൈസ്. ഇത് നല്ല പകുതി ജീവൻ പോയി. പിന്നെ ഞാനത് സെറ്റാക്കി എടുത്തു. എൻ്റെ ഓൾറെഡി ഷേപ്പുള്ള പിരിക. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും ഷേപ്പ് ആക്കാനില്ല. ജസ്റ്റ് അടിയത്തെ എക്സ്ട്രാസ് കളയാനുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കളയുമ്പോൾ ഞാൻ നിന്നെ കോൾ ചെയ്യുന്നതായിരിക്കും. ഇഫ് എനി ഇൻക്വയറീസ് കോൾ നുസോമി. അപ്പോൾ ഇന്ന് നുസു പോയി എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ബോറടി ആവും ഗൈസ്. നുസുവിന് ഏറ്റവും കൂടുതൽ ഇവിടെ എന്താ മിസ് ചെയ്യാൻ പോകും? എനിക്ക് എല്ലാ തമാശകളും മിസ് ചെയ്യും. നീലു സ്പെഷ്യലി അവളെല്ലാതും ഇങ്ങനെ തമാശയായിട്ട് എടുക്കും. എന്താ മിസ് ചെയ്യാന്ന് ഒന്നും കഴിഞ്ഞാൽ അത് വേറൊരു സംഭവം. അത് പബ്ലിക് ആക്കാൻ പറ്റില്ല. പബ്ലിക് ആക്കിയാൽ നിങ്ങൾ നീലോടുള്ള ഇഷ്ടം പോവും. വന്നു നഴ്സ് മോള് ഞാൻ അവിടെ പോയിരുന്നു. ഫ്രെയിമിൽ വരണ്ട കേട്ടോ. ഇതെന്താ വീഡിയോ?
ഓക്കെ, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇവരൊന്നും കൂട്ടാണ്ട് വരാതെ ഇവിടെ ഈ സിറ്റിട്ട് വന്ന് സുഖമായിട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഫാൻ എടുത്തില്ല പറഞ്ഞ് ചൂടെടുക്കില്ല. എപ്പോഴും എൻ്റെ വീഡിയോയിൽ ഞാൻ അതാ പറയാറ്. വയസ്സിനെ ഞാൻ വിളിച്ചു ഈ പ്രശ്നം വേർത്ത് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത്. ഓ പിന്നെ എന്താണ് നമ്മൾ മിസ് ചെയ്യുന്നത് നോക്കിയാണ്. പിന്നെ ന്യൂസിന് വേറൊരു സംഭവം മിസ് ചെയ്യുന്നതാണ് ഞാൻ പറയട്ടെ. ബിഗ് ബോസ്. ശ്രീതു എൻ്റെ അതെ, ഇവിടെ വന്നിട്ട് ബിഗ് ബോസ് കാണും. നമ്മൾ ബിഗ് ബോസ് കാണും. സത്യം പറയാൻ ഈ സീസൺ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സീസണാണ്. എപ്പോ നോക്കിയാലും അടി മാത്രം, തല്ലൂട്ടം മാത്രം. എന്തെങ്കിലും എന്റർടൈൻമെന്റ് ആയിട്ട് കൊടുത്ത് അതും കൊണ്ട് നശിപ്പിക്കും ഗൈസ്. ആകെ കൂടെ എനിക്ക് സത്യത്തിൽ ഇഷ്ടം വലിയ ഗെയിമേഴ്സ് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ടാസ്ക് അടിപൊളിയായിരുന്നു, കുറെ ഗെയിം ഉണ്ടായിരുന്നു, അതിലത്തെ മെമ്പേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു, ചിരിപ്പിക്കലായിരുന്നു. പ്രാവശ്യം അങ്ങനെ ഒരാളില്ല. പിന്നെയും കോമഡി പറയാ അതില്ലേ, ആരും കോമഡി ഒന്നും ആയിട്ട് പറയില്ല. ഹായ് മമ്മ വന്നു. അപ്പൊ ഞങ്ങൾക്ക് ശ്രീധുവിനെ അർജുനെ കാണാൻ വേണ്ടിയാണ് ഈ ബിഗ് ബോസ് വെക്കുക. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അവരുടെ കോംബോ, ഭയങ്കര ഇഷ്ടമാണ് കോംബോ. അപ്പൊ അത് കാണാൻ വേണ്ടി വെക്കുമ്പോ കൂടുതൽ അതിൽ വല്ല തല്ലൂട്ട് എന്തെങ്കിലും ഒക്കെ ആയിട്ടാവും പോവാ. എന്നാലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഇന്നൂസിന് അതും കാണാൻ പറ്റില്ല. അവർക്ക് വല്ല ക്ലിപ്പ് വെള്ളിയാ ഇനിയിപ്പോ വല്ല ക്ലിപ്പുകൾ റീൽസ് ആയിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. തുടങ്ങാണ് നീലോ തുടങ്ങാണ്. 3, 2, 1 സ്റ്റാർട്ട്. ഹായ് നീ ആക്കണേ. 3, 2, 1 സ്റ്റാർട്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട്. എൻ്റെ പേര് വിസ്മയ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ സ്വന്തം നൊസുവിനായിട്ടാണ് ഗൈസ് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് ഉഷാറ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇവളായിട്ട് ഇങ്ങനെ ലോങ് വീഡിയോ ഇപ്പൊ എടുത്തൊന്നും ഇവളായിട്ട് ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ടില്ല. നമ്മൾ ലോങ് വീഡിയോ എന്നാ ചെയ്തത് ലേറ്റസ്റ്റ് ആയിട്ട്? അന്ന് നിന്റെ വീടിന്റെ പാൽക്കാച്ചലിനാണ്. പിന്നെ ഇവിടെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കാണാം, അതായത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ആളെ കാണുന്നില്ല. അപ്പോഴേക്കും ഫാൻസ് ഒക്കെ ആയി. ഞങ്ങൾ കമന്റ്സിൽ കാണാം നുസു ഫാൻസ് ലൈക്ക് ഹിയർ, നുസു ഫാൻസ് ലൈക്ക് ഹിയർ. അതിന് കുറെ കമന്റിൽ 79 ലൈക്ക്, 120 ലൈക്ക്, അങ്ങനെയൊക്കെ എന്തോരം ലൈക്കുകളാണ് അറിയാം. വെൽ ഡൺ മൈ ഗേൾ. എന്നിട്ട് അത് പറഞ്ഞു കേട്ടോ ഗൈസ്. നീലും ഇവിടെ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, ന്യൂസൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗൈസ്, നമ്മള് ഇന്ന് നുസു ഇവിടുന്ന് പോവാണ്. അപ്പൊ നുസു വന്നിട്ട് കറക്റ്റ് എത്ര ദിവസമായി? 10. ഇന്നൊക്കെ കറക്റ്റ് 10 നുസു വന്നിട്ട് 10 ദിവസമായി ഗൈസ്. 10 days ആയി. 10 days എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. ഓക്കെ, 10 ദിവസമായി. അപ്പോൾ ഇന്ന് അവള് പോകും ഗൈസ്. ഞങ്ങൾക്ക് ഭയങ്കര ധർമ്മസങ്കടത്തിലാണ്. കാരണം നല്ല രസമായിരുന്നു. രാത്രിയായിരുന്നു നമ്മുടെ മൂഡ് ശരിക്കും ഫുൾ ഓൺ ആവുക. സംഭവം എന്താ വെച്ചാൽ രാവിലെ എപ്പോഴും 24 മണിക്കൂർ ഇവിടെ ചളി പറഞ്ഞ് ശില്പിക്കില്ല ഞങ്ങളെ പണി. അത് പോരാഞ്ഞിട്ട് രാത്രിയാണ് ഞങ്ങളുടെ എന്താ പറയാ ശരിക്കുള്ള അസുഖം തുടങ്ങുക. ഇവള് ചിരിച്ചിരിച്ച് വയറൊക്കെ വേറെ എടുത്ത് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഇവള് കരയാൻ തുടങ്ങും ചിരിച്ചിരിച്ചിട്ട്. ഞങ്ങളൊരു ദിവസം നോക്കുമ്പോൾ മൂപ്പരോട് കണ്ണൊക്കെ അടച്ചിങ്ങനെ ഇരിക്കുന്നു അല്ലേ. അപ്പൊ ഞങ്ങള് ചോദിച്ചു എന്നിട്ട് കരയാണോ? അപ്പൊ കണ്ണെന്നൊക്കെ വെള്ളം വരുന്നു. ഇപ്പൊ ചിരിക്കുന്നു. ഇത് അങ്ങനത്തെ ഒരു കുട്ടിയാട്ടോ. അങ്ങനെ കാറ്റ് പോയാലും ചിരിക്കും. എന്നിട്ട് അവളിപ്പോ സ്വന്തമായിട്ട് ക്യാമറയെ നോക്കിയിട്ട് അവളെ മുടി കൊളായി നേരത്തെ പറഞ്ഞിരുന്നു വിഷമിക്കുമായിരുന്നു. സാരില്ല, ഇതല്ലേ സ്റ്റാർട്ട് ചെയ്തു. നീ ഒന്ന് പോയവിടുന്ന്. ഞാൻ എണ്ണയിച്ചിട്ടുണ്ട്, എന്നാലും അവൾക്ക് വിഷമമാണ് ഗൈസ്. അവളെ മുടി ബോറാക്കി എടുക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ഇന്ന് ന്യൂസ് പോകുന്നതുകൊണ്ട് ഞങ്ങളൊക്കെ നല്ല വിഷമമുണ്ട്. പിന്നെ അമ്മയുടെ പ്ലാൻ വെച്ചിട്ട് ഇന്ന് ഡയറക്റ്റ് എന്താ ഗുരുവായൂർ പോയിട്ട് പ്രിയങ്കയെ പോകാനായിരുന്നു. അപ്പോൾ അങ്ങനെ ആയാൽ മതിയായിരുന്നു. ന്യൂസുവിന്റെ സംസാരമൊക്കെ കേൾക്കാൻ എന്തായാലും അവർക്ക് ആഗ്രഹം ഉണ്ടാവും. നല്ല രസമാണ് അവളെ സംസാരം കേൾക്കാൻ. എന്തായാലും പറഞ്ഞു. നീ ഏത് സ്കൂളിലാണ് പഠിക്കണോ പറഞ്ഞോ? ഞാന് ഇപ്പൊ ഒരു ഓൺലൈൻ സ്കൂളിൽ തന്നെ. സ്കൂളിന്റെ പേര് പറഞ്ഞു. സ്കൂളിന്റെ പേര് കിങ്സ് ഇന്റർഹൈ എന്നാണ്. UK ഓൺലൈനാണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും സ്കൂളിൽ പോകും. ഇപ്പൊ അത് ഉറപ്പായില്ലേ? ഇപ്പൊ അവൾ ഓൺലൈനിലാണ്. നമുക്ക് കോവിഡ് സമയത്തായിരുന്നു ഓൺലൈൻ ഉണ്ടായിരുന്നു. ഇവര് കോവിഡ് കഴിഞ്ഞിട്ട് ഓൺലൈനാണ്. കാരണം നീ UK സ്കൂളല്ലേ, UK ബേസ്ഡ് ആണ് ഇവളുടെ സ്കൂൾ വരുന്നത്. അല്ല അങ്ങനെയല്ലേ? മിലുവിന്റെ അമേരിക്കൻ ബേസ്ഡ് അല്ല, രണ്ടും സെയിം. അപ്പൊ എന്തൊരു വ്യത്യാസം ഉണ്ടല്ലോ? ആക്സെന്റ് ആണല്ലേ. സോറി കേസ് അഡ്ജസ്റ്റ് ചെയ്യും. ഇവർ UK ബേസ്ഡ് ആയിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഇവര് ദുബായിലാണ് സ്റ്റേ.
കറക്റ്റല്ല പറയുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ടല്ല തെറ്റ് വന്ന പ്രശ്നമാണ്, അതുകൊണ്ട് കട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ ചോദിച്ചത് അവളുടെ അടുത്ത്. അപ്പോൾ സ്കൂൾ വന്നിട്ട് UK-ലാണ്, അപ്പൊ അതുകൊണ്ടാണ് ഓൺലൈൻ ക്ലാസ്സസ്. ഓക്കെ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാൻ വരുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ വെക്കേഷൻ അല്ലേ നിങ്ങൾക്ക്, ഇവർക്കിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ബുദ്ധിമുട്ടൊന്നും വന്നില്ല. നാട്ടിൽ വന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമൊക്കെ വന്നു, ഇവിടെ വീട്ടിൽ വന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, സുഖമായിരുന്നു. ഫുൾ തകർത്ത് മറിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ മൈലാജ് ഇത് കാണിച്ചു കൊടുത്ത് ഗൈസ്, അത് കളറൊന്നും വന്നില്ല, ഞങ്ങളെ പറ്റിച്ചു. കുഴപ്പമില്ല, ചിലപ്പോ ഇങ്ങനെ AC യുടെ തണുപ്പ് കിട്ടുമ്പോൾ അത് തോന്നുന്നത് ഉണങ്ങാൻ ഇല്ല. പെട്ടെന്ന് ഉണങ്ങി, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കളർ വന്നില്ല. അതെ, കളർ വന്നില്ല. അപ്പൊ നുസു എന്ന് വെച്ചാൽ ഒരു നെയിൽ പോളിഷ് ക്രേസ് ഉള്ള കുട്ടിയാണ്. കൈ കാണിച്ചാൽ അവളെ നെഗ് അവള് വളർത്തിയ നെഗാണ് ഗൈസ്. ഞാനൊക്കെ എത്ര വളർത്താൻ നോക്കിയാലും എൻ്റെ നെഗം ഒരു ലിമിറ്റ് കഴിഞ്ഞ് നീളം വെക്കില്ല, എന്തൊക്കെ ചെയ്താലും നീളം വെക്കില്ല ഗൈസ്. എന്താ സംഭവം അറിയില്ല, എൻ്റെ കുഞ്ഞു ചുക്കുടി നെഗാണ് ഗൈസ്. ഞാൻ അപ്പോൾ പെയിന്റ് ഒന്നും നെയിൽ പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഇവിടെ നല്ല നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ടാണ്. നാച്ചുറൽ ബ്യൂട്ടി ഗൈസ്. നാച്ചുറൽ ആയിട്ട് നമുക്ക് ബ്ലഷ് വരെ ഉണ്ട് ഇവിടെ, ഇങ്ങനെ പീച്ച് അപ്പം വരും ബ്ലഷ്. നമ്മളൊക്കെ ക്രീം തേച്ച് ബ്ലഷ് ആക്കണം. സാരമില്ല, എവരി ഡോഗ് ഹാസ് എ ഡേ. അതെ, അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ വിചാരിച്ച പോലെയായിട്ട് വീഡിയോ എടുക്കാന്ന്. നല്ല വേനെടുക്കണ്ട കാലം, നീ സാധാ പോലെ ഇരുന്ന മോളെ. ഓക്കെ, ഇപ്പൊ ഞങ്ങള് ചെറുതായി കേട്ടോ. അയ്യോ, ഓക്കെ, ഇവിടെ ഒന്ന് ചിരിപ്പിച്ചിട്ട് കുറച്ച് പ്രശ്നക്കാരിയാണ്. അപ്പൊ മിലു ഒന്നും നിക്കാൻ വന്നിട്ടില്ല. മിലു അവന്റെ വീട്ടിൽ തന്നെയാണ്, അതായത് മാമന്റെ വീട്ടിലാണ്. പിന്നെ അവളെ എന്താ പറഞ്ഞ അമ്മ വീട്ടിലേക്ക് വരണെന്ന് ഞാൻ എന്താ വിളിച്ചിട്ടല്ലേ, അവ പറഞ്ഞവൾക്ക് അവളെ അമ്മയച്ഛനൊക്കെ അവളെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് നിനക്ക് മിസ് ചെയ്യണ്ട, നല്ലോണം മിസ് ചെയ്യണ്ട. പക്ഷെ കസിൻസ് ഉള്ളതുകൊണ്ട് പിന്നെയും അതൊക്കെ എത്ര ഉള്ളതൊക്കെ. അപ്പോൾ അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് പാരൻസിനൊക്കെ മിസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹോം സിക്ക് ആവും. ചില സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് സങ്കടം തോന്നുക. ഞാനൊക്കെ അങ്ങനെയാണ്. പറയാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും മിസ്. അതെ, ഭയങ്കര പെട്ടുപോകും. പക്ഷെ ഇപ്പോൾ ഇവിടെ ഫുൾ എൻ്റെ അമ്മേനെ കുഞ്ഞാൻറ്റി എന്നാണ് വിളിക്കുക. അതായത് അമ്മ കുഞ്ഞി ആൻറ്റിയാണ്, അതിന് മൂത്ത ആൻറ്റീൻ്റെ അതാണ് എൻ്റെ വല്യമ്മ, അതിനാണ് വലിയ ആൻറ്റി വിളിക്കാം. ഓക്കെ, അതായത് കുഞ്ഞാൻറ്റി ആണ് വലിയ ആൻറ്റി. ഓക്കെ, ഇതൊക്കെ ക്ലിയർ ചെയ്ത് തന്നു. എന്നാലും നുസു ഫാൻസിനൊക്കെ നല്ല സന്തോഷമായിട്ടുണ്ടാവും. ഇപ്പൊ നുസുവിന്റെ വർത്താനവും സൗണ്ടും ഒക്കെ കേട്ടപ്പോൾ. നിന്റെ ഒറിജിനൽ ഫുൾ നെയിം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തോളൂ. നിന്റെ ഞാൻ പറഞ്ഞു സൗണ്ട് ഓക്കെ. ഓക്കെ, നസോമി സുനിലാണ് പേര്. നുസെന്ന് വിളിക്കും, പക്ഷെ പേര് നസോമി. യെസ്, ഇവളിപ്പോൾ നല്ല അടിപൊളിയായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര, ആദ്യം മീൻസ് ഇക്കൊല്ലം വന്നിട്ടല്ല, മുമ്പൊക്കെ ഇങ്ങനെ കുറേ ദുബായിൽ നിന്നിട്ട് പെട്ടെന്ന് നാട്ടിൽ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവൾക്ക് ഞങ്ങളെ മലയാളം മനസ്സിലാക്കാൻ. ഇപ്പൊ ഫുള്ള് സെറ്റായില്ലേ. ഇപ്പൊ ഏത് വളഞ്ഞ മലയാളം ആണെങ്കിലും അവള് മനസ്സിലാക്കിയെടുക്കും. അതുകൊണ്ട് തന്നെ കോമഡി ഒക്കെ പറയുമ്പോൾ അവള് സെറ്റാണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറഞ്ഞു? നീ ഇപ്പൊ എത്രയിലും പഠിക്കുന്നത്? ഞാനിപ്പോ 8-ല്. 8-ലേക്ക് അല്ല, ഇപ്പൊ 8-ല്. 8-ൽ നിന്ന് 9-ലേക്ക്. സെപ്റ്റംബറിലാണ് സ്കൂൾ തുറക്കുക. ഇപ്പൊ ഫുൾ വെക്കേഷൻ അല്ലേ, ഇനിയിപ്പോ സെപ്റ്റംബറിലാണ് ക്ലാസ് തുടങ്ങുക. സെപ്റ്റംബറിലാണ് ഓൺലൈൻ ക്ലാസ് തുടങ്ങുക. അല്ല, ഫുൾ ഇതല്ല, അത് ഹാഫ് ടേമുകൾ ഉണ്ടാവില്ല. അത് ചില ബ്രേക്കുകൾ, ഒരാഴ്ച 2 ആഴ്ച. ഓ, അങ്ങനെയായിരുന്നു അല്ലേ. ഓക്കെ, അങ്ങനെയാണ് ഗൈസ്. നമ്മളെ പോലെ ഒന്നല്ല, ഞങ്ങളെ പോലെ എപ്പോഴാണ് വെക്കേഷൻ വരിക? അത് ജൂലൈ ഓഗസ്റ്റ് ഒക്കെ. നമുക്ക് സ്കൂൾ തുറക്കില്ല. ജൂൺ ജൂലൈ ആ സമയത്താണ് നമുക്ക് സ്കൂൾ തുറക്കുക. ജൂണിലാണ് തുറക്കുക. ഇവർക്ക് ആ ടൈമിലാവും വെക്കേഷൻ വരാം. നമുക്ക് വെക്കേഷനിലപ്പോൾ ഇവർക്ക് ക്ലാസ് ഉണ്ടാവും. അങ്ങനെയാണ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരിക. പിന്നെന്തോ ഞാനിപ്പോൾ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ മറന്നു. കുഴപ്പമില്ല. ഇന്ന് എനിക്ക് പ്രിയങ്ക പോയിട്ട് ആദ്യം വാങ്ങേണ്ട സാധനം എന്താ? നെയിൽ പോളിഷ് ആണ്. നെയിൽ പോളിഷ്, ഐബ്രോ പെൻസിൽ. ഐബ്രോ പെൻസിൽ ഗൈസ്. ഇവിടെ പിരിക് ഇവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എടുത്തിക്കൊന്നേ. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതെന്റെ കൈ കൊണ്ട് പറ്റിയൊരു വലിയൊരു ഇൻസിഡന്റ് ആയിരുന്നു. അതൊക്കെ ഒരു കഥയായിരുന്നു അല്ലേ. സംഭവം എന്താ വെച്ചാ, നമുക്ക് തുടങ്ങിയാലോ. അത് ഞങ്ങള് എന്തായി 4 വർഷം 3 വർഷമായില്ലേ. ഇവള് കഴിഞ്ഞ മുന്നത്തെ ഏതൊരു കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 വർഷത്തിന് മുമ്പ് ഇവള് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ലീവിന്. അപ്പോൾ ഇവള് ഇവിടെ അന്ന് നീ ഇവിടെ നിൽക്കാൻ വന്നെടുക്കുക തന്നെയായിരുന്നു കേട്ടോ. അന്ന് ഈ കൊല്ലാണ് ഇത്രയും ലോങ് ഡ്യൂറേഷൻ വന്നിട്ടുള്ളൂ ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്.
അന്ന് 2-3 ദിവസമൊക്കെ നിന്നിട്ട് പോവാ. അങ്ങനെയായിരുന്നു. അപ്പം അന്ന് വന്നിട്ട് ഞങ്ങൾ ഇന്ന് പ്രേതത്തിന്റെ സംഭവമാണ് ടിവിയിൽ കണ്ടോണ്ടിരിക്കുന്നത്. നല്ല പേടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ റൂമിൽ നിന്ന് ഹാളിലേക്ക് പോവായിരുന്നു. ഇവള് ഹാളിൽ നിന്ന് അങ്ങോട്ട് ഓടി വന്നു. ഞങ്ങൾ രണ്ടുപേരും ഓടി വന്ന് ക്രാഷായി. അതെ, എന്റെ നെറ്റി വന്നിട്ട് അവളെ പിരികത്ത് ഇടിച്ചു. നല്ലൊരു ഇടി ഇടിച്ചു. അതിൽ എന്നെ നെറ്റി മുഴക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇവളെ പിരികത്തുനിന്ന് ഇങ്ങനെയായി ഗൈസ്. അതായത് ഇവിടുന്ന് ഇങ്ങനെ കീറിയിട്ട് അതിങ്ങനെ വിണ്ടു. ഓ അതൊക്കെ ഭയങ്കര. ഞങ്ങളതിങ്ങനെ ലൈവായിട്ട് ഇത് കാണാം. അതിങ്ങനെ പൊട്ടി വന്നത് ഞങ്ങൾ ലൈവായിട്ട് കണ്ടു. ഉള്ളിലൊരു കുഴിയും. അയ്യോ ചോര മഴയായിരുന്നു. എൻ്റെ അമ്മ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോ എന്നിട്ട് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടേ സ്റ്റിച്ചൊക്കെ ഇട്ടു. അയ്യോ ഭയങ്കര ക്രൂഷ്യലായിരുന്നു ഗൈസ്. ഞാൻ കരയുക. എന്തിനാ കരയണമെന്ന് എനിക്കറിയില്ല. ഒന്നാമത് ഇവിടെ സംഭവം പൊട്ടിയത്. പിന്നെ ഞാൻ കാരണമാണ്. അയ്യോ പെട്ടെന്ന് പിടിച്ചതാ, കൈ പിടിച്ചതാ. ഞാൻ കാരണമാണ് പൊട്ടി എന്ന് പറഞ്ഞിട്ട് അത് അടുത്ത ട്രിപ്പ് കഴിച്ചില്. ശരിക്കും പറഞ്ഞത് ഒരു കോയിൻസിഡൻസ് ആയിട്ട് പൊട്ടിയത്. അതായത് ഞങ്ങള് പർപ്പസ്ഫുള്ളി പൊട്ടിച്ചോന്നല്ല. അതെ, അപ്പൊ പെട്ടെന്ന് സംഭവമായിരുന്നു. അയ്യോ അതുകൊണ്ട് അവിടെ പിരികത്തിനൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് കഴിച്ചു. ഗ്യാപ്പ് തന്നെ, ഒരു ചെറിയൊരു വര പോലെ സംഭവം ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് എന്റെ പിരികൊക്കെ ത്രെഡ് ചെയ്ത് ഗൈസ്. ബ്യൂട്ടീഷ്യൻ ഇവിടെ ആയിരുന്നു. നഴ്സ് ഹെൽപ്പറും ഇവിടെ ബ്യൂട്ടീഷ്യൻ. ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഞാനിങ്ങനെ പ്ലക്കറ ട്വീസേഴ്സ് വെച്ചിട്ട് ഓരോന്ന് എടുത്തെടുത്ത് എനിക്ക് നല്ല സുന്ദര പിരികാക്കി തന്നു. ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ നിന്നപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയായി ഗൈസ്. ഇത് നല്ല പകുതി ജീവൻ പോയി. പിന്നെ ഞാനത് സെറ്റാക്കി എടുത്തു. എൻ്റെ ഓൾറെഡി ഷേപ്പുള്ള പിരിക. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും ഷേപ്പ് ആക്കാനില്ല. ജസ്റ്റ് അടിയത്തെ എക്സ്ട്രാസ് കളയാനുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കളയുമ്പോൾ ഞാൻ നിന്നെ കോൾ ചെയ്യുന്നതായിരിക്കും. ഇഫ് എനി ഇൻക്വയറീസ് കോൾ ടു. അപ്പം ഇന്ന് ന്യൂസ് പോയി എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര ബോറടി ആവും ഗൈസ്. ന്യൂസിന് ഏറ്റവും കൂടുതൽ ഇവിടെ എന്താ മിസ് ചെയ്യാൻ പോകും? പാട്ടായിട്ട് വന്നു. എന്താ കേട്ടില്ല? എല്ലാ തമാശകളും മിസ് ചെയ്യും. നീലു സ്പെഷ്യലി അവളെല്ലാതും ഇങ്ങനെ തമാശയായിട്ട് എടുക്കും. എന്താ മിസ് ചെയ്യാന്ന് ഒന്നും കഴിഞ്ഞാൽ അത് വേറൊരു സംഭവം. അത് പബ്ലിക് ആക്കാൻ പറ്റില്ല. പബ്ലിക് ആക്കിയാൽ നിങ്ങൾ നീലിനോടുള്ള ഇഷ്ടം പോവും. വന്നു നഴ്സ് മോളെ ഞാൻ അവിടെ പോയിരുന്നു. ഫ്രെയിമിൽ വരണ്ട കേട്ടോ. ഇതെന്താ വീഡിയോ? ഓക്കെ, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇവരൊന്നും കൂട്ടാണ്ട് വരാതെ ഇവിടെ ഈ സിറ്റിട്ട് വന്ന് സുഖമായിട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഫാൻ എടുത്തില്ല പറഞ്ഞ് ചൂടെടുക്കില്ല. എപ്പോഴും എൻ്റെ വീഡിയോയിൽ ഞാൻ അതാ പറയാറ്. ഞാൻ വേർത്ത് ഈ പ്രശ്നം വേർത്ത് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ എന്താണ് നമ്മൾ മിസ് ചെയ്യുന്നത് നോക്കിയാണ്. പിന്നെ ന്യൂസിന് വേറൊരു സംഭവം മിസ് ചെയ്യാൻ എന്താ ഞാൻ പറയട്ടെ. ബിഗ് ബോസ്. ശ്രീതു അതെ, ഇവിടെ വന്നിട്ട് ബിഗ് ബോസ് കാണും. നമ്മൾ ബിഗ് ബോസ് കാണും. സത്യം പറയാൻ ഈ സീസൺ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സീസണാണ്. എപ്പോ നോക്കിയാലും അടി മാത്രം, തല്ലൂട്ടം മാത്രം. എന്തെങ്കിലും എന്റർടൈൻമെന്റ് ആയിട്ട് കൊടുത്ത് അതും കൊണ്ട് നശിപ്പിക്കും ഗൈസ്. ആകെ കൂടെ എനിക്ക് സത്യത്തിൽ ഇഷ്ടം വലിയ ഗെയിമേഴ്സ് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ടാസ്ക് അടിപൊളിയായിരുന്നു. കുറെ ഗെയിം ഉണ്ടായിരുന്നു. അതിലത്തെ മെമ്പേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ചിരിപ്പിക്കലായിരുന്നു. പ്രാവശ്യം അങ്ങനെ ഒരാളില്ല. പിന്നെയും കോമഡി പറയാ ആരാതില്ലേ? ആരും കോമഡി ഒന്നും ആയിട്ട് പറയില്ല. ഹായ് മമ്മ വന്നു. അപ്പൊ ഞങ്ങൾക്ക് ശ്രീധുവിനെ അർജുനെയും കാണാൻ വേണ്ടിയാണ് ഈ ബിഗ് ബോസ് വയ്ക്കുക. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അവരെ കോമ്പോ. ഭയങ്കര ഇഷ്ടമാണ് കോമ്പോ. അപ്പൊ അത് കാണാൻ വേണ്ടി വെക്കുമ്പോ കൂടുതൽ അതിൽ വല്ല തല്ലൂട്ട് എന്തെങ്കിലും ഒക്കെ ആയിട്ടാവും പോവാ. എന്നാലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഇന്നൂസിന് അതും കാണാൻ പറ്റില്ല. അവൾക്ക് വല്ല ക്ലിപ്പ് വെള്ളിയാ. ഇനിയിപ്പോ വല്ല ക്ലിപ്പുകൾ റീൽസ് ആയിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ വീട്ടിൽ ടി വി കാണാൻ പറ്റില്ലല്ലോ. ഇല്ല, ടി വി വെച്ചിട്ടില്ല അവരെ വീട്ടില്. സോ അതുകൊണ്ട് ഇല്ല പോണു. അതെ, അവളെ വീടിന്റെ പണി മെജോറിറ്റി തീർന്നു. പോലീസുകാർക്ക് ഉണ്ടല്ലേ ഇനി. പിന്നെ ഫാന് ലൈറ്റൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് ആ റൂമിൽ അവിടേക്ക് കൊടുക്കാൻ പറ്റില്ല. നല്ല ചൂടാവും. ഇപ്പൊ ചൂടായോണ്ട്. പക്ഷെ ടേബിൾ ഫാൻ വെച്ചിട്ടില്ല അവിടെ. ടേബിൾ ഫാൻ വെച്ചിട്ട് സെറ്റാവും. പൊടിയാവും. അതാണ് സംഭവം.
ഇന്നലെയാണ് ഞങ്ങൾക്ക് ബിഗ് ബോസിൽ ഏറ്റവും സന്തോഷമായ ഒരു സംഭവം ഉണ്ടായത്. അർജുൻ ശ്രീധുവിനെ ഇൻഡയറക്റ്റ് ആയിട്ട് പ്രൊപ്പോസ് ചെയ്തു. അയ്യോ അതിൽ ഞങ്ങളെന്ന് വെച്ചാൽ സന്തോഷം കൊണ്ട് എയറിലായിരുന്നു. എന്താ പറയില്ല, ഇത്രയധികം ഇഷ്ടപ്പെട്ട ഒരു കോംബോ സത്യത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ തന്നെ. ബിഗ് ബോസ് സീസൺ 1 നമുക്ക് നല്ലൊരു അടിപൊളി കോംബോ ഉണ്ടായിരുന്നു. സീസൺ 1 പേളിമണി ശ്രീനിഷ് ഒക്കെ നമുക്കറിയില്ല ബിഗ് ബോസ് ഈ സംഭവം എന്താണ്, അതിനെ കുറിച്ചൊരു ബോധം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഈ വീടിന്റെ അല്ലേ, ഈ വീടിന്റെ വീട് പണി സമയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ബിസി ആയിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റില്ല. ഇപ്പൊ ഇൻസ്റ്റയിൽ എല്ലായിടത്തും വരുന്നത് വീൽ ദ ഹിസ്റ്ററി റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അതിലെന്ന് വെച്ചാ പേളിമണി ശ്രീനിഷും അതില് മലയാളി ഗേളും ചെന്നൈ ബോയും. ഇതില് ചെന്നൈ ഗേളും മലയാളി ബോയും ആണ് ഗൈസ്. ഞങ്ങൾ കാത്തിരിക്കുകയാണ്, ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന മൊമെന്റിന് വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ എന്താണെന്ന് അറിയില്ല, ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല അല്ലെ, അതാണ് വേറെ കോമഡി. എന്നറിയില്ല, ഫോണില്ലാണ്ടൊന്നല്ല, പക്ഷെ വോട്ട് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ വോട്ട് ചെയ്യാൻ എന്റെ ഫോണിൽ സ്പേസ് ഇല്ല. പിന്നെ അമ്മയുടെ ഫോണിലാണ്. അവൾക്ക് നാട്ടിലത്തെ നമ്പറില്ല, ദുബായിത്തെ നമ്പറാണ്. അപ്പൊ അതൊന്നും വോട്ട് ചെയ്യാൻ പറ്റില്ല. സാരില്ല, ഇന്ന് ഒരാള് റീഎൻട്രി ഒക്കെ വരുന്നുണ്ട്. റീഎൻട്രി അടിപൊളിയാവും. അപ്പം നമ്മൾ ടോപ്പിക്കൊക്കെ മാറിപ്പോയതായാലും എന്തായാലും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ സീസണിലത്തെ മെമ്പർ ആരാണെന്ന് കമൻറ്റ് ചെയ്യാം ഗൈസ് അല്ലേ. അപ്പം നമുക്കിനി ബാക്കി വ്ളോഗായിട്ട് കാണാം. ഇപ്പം തന്നെ 15 മിനിറ്റ് സംസാരിച്ച് നിർപ്പിച്ചു. ബട്ട് സ്റ്റിൽ സാരല്ല, നമുക്ക് നുസുക്കുട്ടിയുടെ കൂടെ ആയിട്ട് ആർക്കും ബോറടിക്കില്ല. അതിപ്പോൾ ഉമ്മക്കാരാണ് കേട്ടോ. അപ്പൊ കാര്യം നമുക്ക് ഇമോഷണൽ വീഡിയോ സെറ്റ് ആക്കാം. ഓം കൂടവേ പുറക്കാണോ കൂടെ. ഓക്കെ എന്താ അതൊക്കെ പറഞ്ഞു ഫസ്റ്റ് നൂസു ഫാൻസ്. ഇവർക്ക് എല്ലാവർക്കും അറിയാം ഗൈസ് നൂസു ഫാൻസിന്റെ ഓളം. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. അടുത്ത നല്ല ഭാഗമായിട്ട് വരാം. താറ്റ കൊടുത്തോ. കുളിച്ചിട്ടുണ്ടോ? തല വിളിച്ചിട്ടില്ല. അടുത്ത നല്ല ഭാഗമായിട്ട് വരാം. താറ്റ കൊടുത്തോ. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവർ ഇവിടെ കളി തുടങ്ങി. അതായത് നീലും അതുപോലെ നുസുമാണ്. ഇവർ വെറുതെ കണ്ണ് ഷോളിട്ട് കിട്ടിയിട്ട് ഇങ്ങനെ കളിക്കായിരുന്നു. രണ്ടുപേരും ഭയങ്കര കളിയായിരുന്നു. ചിരിച്ചൊരു ഇതാവുന്നുണ്ട്, അത് വേറെ കാര്യം. അത് ഭയങ്കര രസമല്ലേ, കണ്ണ് പൊത്തിയിട്ട് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമുക്ക് പിടിക്കാനും കിട്ടില്ല എന്ന് കുറേ വീഴും ചെയ്യും. ഫുൾ നല്ല രസം. നീലുവാണെങ്കിൽ ഒരു കുഞ്ഞി പുഴുവിൻ്റെ പോലെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, എവിടെ വേണേലും എത്തും. അത് അങ്ങനെ ഒരു തരം സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കളിക്കാൻ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണവർ. ഞാൻ ആദ്യം കളിയിലുണ്ടായിരുന്നില്ല, കഴിഞ്ഞ് രണ്ടാമതാണ് ഞാൻ ഒരിപ്പം വെറുതെ ജോയിൻ ചെയ്തത്. പിന്നെ എന്തായാലും കൂളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ മുടി മാക്സിമം ഞാൻ കെട്ടി വെക്കാനാണ് നോക്കുക. അപ്പോൾ അവൾ മണത്ത് വരുന്നുണ്ട്. അവൾ എന്നെയാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനല്ല ഗൈസ്, ഞാനല്ല എന്ന് പറയായിരുന്നു. അത് കഴിഞ്ഞതേ അവൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. സോ ഞങ്ങൾ വെറുതെ ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ വിചാരിച്ച് എടുത്തു. പിന്നെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. അവൾ പോകുമ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും, അത് ഷുവറാണ്. നല്ല വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഞാൻ സെയിം ടീഷർട്ട് തന്നെയാണ് ഇട്ടത്, ജസ്റ്റ് പോണിറ്റയിൽ കെട്ടി. പിന്നെ ഞാൻ പാൻ്റ് ഒന്ന് മാറ്റി, ഒരു പാരച്യൂട്ട് ബാഗ് എടുത്തിട്ടു, അത്രേ ഉള്ളൂ. ടോപ്പും കാര്യങ്ങളൊന്നും മാറ്റില്ല, ഒരു മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവിടെ സൺസ്ക്രീൻ പോലും ഇട്ടില്ല, കാരണം പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നില്ലല്ലോ. ജസ്റ്റ് അവിടെ കൊണ്ടാക്കിയിട്ട് വരെ ആ ഒരു സംഭവമല്ല. പിന്നെ പ്രിയങ്കയെ പോവും ചിലപ്പോൾ, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നോസുവിൻ്റെ ലിപ്സ്റ്റിക് നല്ല ഷെയ്ഡായിരുന്നു. അപ്പോൾ അവൾ എനിക്ക് ഇടാൻ തന്നായിരുന്നു. സോ അത് ഇട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വീഡിയോ എടുത്തത് നല്ല ഇഷ്ടപ്പെട്ടു, കാരണം ഡയറക്റ്റ് എൻ്റെ മുഖത്തേക്കാണ് ഈ വെളിച്ചം വരുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല രസമുണ്ട്. കാരണം എൻ്റെ മുഖത്ത് ഞാൻ ഒന്നും ഇടാണ്ട് തന്നെ വെറുതെ നമ്മൾ സണ്ണിൻ്റെ അടിയിലൊക്കെ പോയിരിക്കുമ്പോൾ മുഖം ഇങ്ങനെ ഗ്ലോ ചെയ്യുന്ന കാണാൻ ഒരു പ്രത്യേക രസമല്ലേ. എല്ലാവരുടെയും ഒരു ഡ്രീം സ്കിന്നാണ് ഈ ഒരു ഗ്ലോയി സ്കിൻ. സോ അത് എനിക്കിങ്ങനെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു എൻ്റെ സ്കിൻ. അതുകൊണ്ട് ഞാൻ അതും നോക്കിയിരിക്കുകയായിരുന്നു, ഡ്രീം സ്കിൻ ഇങ്ങനെയെങ്കിലും കിട്ടാമല്ലോ വിചാരിച്ചിട്ട്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാവരുടെയും ഒരു ഡ്രീമാണല്ലോ നമുക്ക് ഇങ്ങനെ ഗ്ലോയി സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ കിട്ടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ സൂര്യൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നാൽ മതി. ഈ ഫ്രണ്ടിലിടുന്ന ഈ സാധനൻ്റെ അത് എനിക്കിടാൻ ഇഷ്ടമല്ല ഗൈസ്. അതാകുമ്പോൾ തീരെ മൂത്തിക്ക് ലൈറ്റൊന്നും വരില്ല. പക്ഷെ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും താഴ്ത്തി ഇട്ടില്ല. ഗൈസ് ഗുരുവായൂർ ആദ്യം പ്രിയങ്കയിലേക്ക് പോകാനാണ് പ്ലാൻ. ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോവില്ല, നല്ല ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അല്ലേ. ആരൊക്കെ വിഷു കഴിഞ്ഞിട്ട് കയ്യിലെടുത്തിട്ടുള്ളവര് ഡ്രസ്സും നീലും വിഷു കഴിഞ്ഞിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തില്ല. എന്താ കാരണം? എനിക്ക് ഓസിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഓസിക്ക് എടുക്കാനല്ല ഗൈസ്, ഞാൻ 1000 രൂപ കൊണ്ടാണ് ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല. അത് എടുത്താൽ പിന്നെ എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങില്ല. അപ്പം അതെൻ്റെ സ്വന്തം പൈസ കൊണ്ട് എനിക്ക്
ആക്ച്വലി എന്റെ പൈസ എന്ന് വെച്ചാൽ അമ്മയുടെ കൂടെ പൈസയല്ലേ. അങ്ങനെ ഉണ്ടല്ലേ. അപ്പോ എനിക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാൻ, എനിക്കൊരു ഇതുപോലത്തെ ഒരു കറുത്ത പൊട്ട് വാങ്ങണം. അത് പറഞ്ഞിട്ട് കേറും. പിന്നെ അവിടെ പോയിട്ട് അല്ലാതെ അത് പറഞ്ഞ പോലെ ബനാന ക്ലിപ്പ് വാങ്ങാണ്ട്. ബനാന ക്ലിപ്പിന് ആകെ 30 രൂപയാണ്. നല്ല കമ്മലേ. അത് കഴിഞ്ഞ പറയാ അയ്യോ നല്ല ലിപ്സ്റ്റിക് ഷെയ്ഡ്, അടിപൊളി ഷെയ്ഡ്. എങ്ങട്ടാ ഫസ്റ്റ് ഗൈസ്? നമ്മൾ ഇവിടെ ഒരു കടയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ചാവക്കാട് മൈജിയുടെ അപ്പുറത്തെ കടയാണ് അവിടെ പോകുന്നത്. ഞാൻ പെട്ടെന്ന് ഓർത്തില്ലെന്ന് ഇവിടെ പോകുന്ന കാര്യം. കബോർഡ് വാങ്ങാൻ വേണ്ടിട്ടാ. എന്താ അപ്പം നമ്മൾ മൈജിയുടെ അപ്പുറത്തെ ഒരു ഷോപ്പിൽ പോവാണ്. ഇവിടെ പാത്രങ്ങൾ, പ്ലേറ്റ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഓൾറെഡി മുമ്പ് വന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓർഗനൈസർ. അമ്മ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഞാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, അമ്മ പോയി വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്നല്ലാതെ ക്ലിയർ ആയിട്ട് ഞാനിപ്പോഴാണ് വരുന്നത്. ഞാൻ ഉദ്ദേശിച്ചത്ര സെയിം സംഭവം തന്നെയാണ്. കുറേ അന്വേഷിച്ചിട്ടാണ് സംഭവം കിട്ടിയത് തന്നെ. നമുക്ക് എവിടെ പോയി ചോദിച്ചാലും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴാണ് കിട്ടിയത്. അതാകുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നമുക്കിങ്ങനെ കൊളാബിൻ്റെ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ വീഡിയോ ചിലപ്പോൾ ഇടും. അപ്പോൾ അതുകൊണ്ട് റൂമിൻ്റെ സൈഡിൽ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. എത്ര ഒതുക്കിയാലും അത് ഓട്ടോമാറ്റിക്കലി വൃത്തികേടാവും. എൻ്റെ റൂമിലാണെങ്കിൽ വെക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടൊരു സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു ഓർഗനൈസർ വെക്കുകയാണെങ്കിൽ കുറേ സാധനങ്ങൾ കൊള്ളും. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിയതായിരുന്നു. അത് കഴിഞ്ഞൊരു ക്ലോക്ക് ഞാൻ കുറേയെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റഡി ടേബിൾ വാങ്ങി അന്ന് മുതൽ ഞാൻ അന്വേഷിക്കുന്നതാണ് ഗൈസ്. ഒരു ക്ലോക്ക് ആവശ്യത്തിന് കിട്ടില്ല. അത് എൻ്റെ ടേബിളിൽ വയ്ക്കാനാണ്. കാരണം സമയം നോക്കണമെങ്കിൽ റൂമിൻ്റെ പുറത്തേക്ക് പോകണം, സമയം നോക്കാം, ഹാളിലേക്ക് പോകണം, എന്നാലേ ടൈം കാണാൻ പറ്റില്ല. ഹാളിലേക്ക് പോകണം മീൻസ് എൻ്റെ റൂമിൻ്റെ അവിടെ നിന്ന് നോക്കിയാലാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വെറുതെ നിനക്ക് കസേരയൊന്നും കയറിക്കണം. അതുകൊണ്ട് പിന്നെ ടേബിളും വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ടൈം പീസ് വേണമെന്ന് കുറേ വിചാരിക്കും. സോ അതും കൂടെ കിട്ടിയപ്പോൾ വാങ്ങി. പിന്നെ ഉണ്ണികളായിട്ട് തീരെ പുറത്ത് വരാത്തതുകൊണ്ട് തന്നെ അവർ വരുമ്പോൾ ഇങ്ങനെ പട്ടണത്തിൽ ആദ്യമായിട്ടാണെന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയാണ്. അവർ പുറത്ത് വന്നാൽ കിട്ടണമെന്നും കിട്ടാറുന്നതും ഒക്കെ പറക്കിയിട്ട് വന്നോളും. അപ്പം ഞാൻ ഈ ഒരു ക്ലോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. നീലുവിൻ്റെ കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ കണ്ടിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾ അത് വാങ്ങി. ഒരു പിങ്ക് കളറായിരുന്നു, അവൾക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് അത് വാങ്ങി. പിന്നെ നമ്മുടെ ഓർഗനൈസർ ഇങ്ങനെയാണ് ഗൈസ് ഇരിക്കുന്നത്. ഞാൻ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. ഓർഗനൈസർ പിന്നെ തീരെ വെയിറ്റ് ഉണ്ടായിരുന്നില്ല, നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു. തീരെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെ മെയിൽ വെക്കുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ മെയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഡിക്കിയിൽ വയ്ക്കാൻ പറ്റിയില്ല. നൊസുവിൻ്റെ ബാഗും കവറൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർ മടിയിൽ വെച്ചത്. അങ്ങനെ നമ്മൾ ഗുരുവായൂരെത്തി. ഗുരുവായൂർ പ്രിയങ്കയിൽ എത്താറാകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ഗൈസ്. എന്താ സംഭവം എന്നറിയില്ല, ഓട്ടോമാറ്റിക്കലി ഭയങ്കര സന്തോഷമാവും അവിടെ എത്താറാകുമ്പോൾ. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. എല്ലാവരും ഭയങ്കര ചിരിച്ചു. 2 ദിവസവും അത്ര വലിയ മൂഡിലായിരുന്നില്ല ഗൈസ്. എനിക്കറിയില്ല, അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം അവളെ ഫേസൊക്കെ ഭയങ്കര ഡള്ളായി തുടങ്ങി. ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് വീട്ടിൽ പോകുന്ന പറഞ്ഞപ്പോൾ ചെറിയ വിഷമം അവൾക്ക് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ വരുന്ന കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം അവൾക്ക് കുറച്ചധികം വിഷമമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു സംഭവം ഉണ്ട് കേട്ടോ, ഞാൻ ലാസ്റ്റ് കാണിക്കാം. അത് കഴിഞ്ഞ് പ്രിയങ്കയിൽ എന്ന് വെച്ചാൽ നെയിൽ പോളിഷിൻ്റെ കളക്ഷൻ എന്ന് വെച്ചാൽ ഒരു ചാകര തന്നെ ഉണ്ട്. അതിൽ 20 രൂപയാണ് തോന്നുന്നു സ്റ്റാർട്ടിങ്. 20 30 രൂപയാണ് സ്റ്റാർട്ടിങ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നല്ല നല്ല ഉണ്ട്. 30 രൂപയ്ക്കൊക്കെ നല്ല അടിപൊളി നെയിൽ പോളിഷ് ഉണ്ട് കേട്ടോ. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു 30 രൂപയ്ക്ക് കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ മീൻസ് ഒരു 2 എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഞാൻ കൂട്ടി പറഞ്ഞുണ്ടോ, അതായത് ഞെർസും നീലും ഞാനും കൂടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. 3 പേർക്ക് ഇഷ്ടമുള്ള കുറേ കളറുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. 30-40 നല്ല ലാഭമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ നെയിൽ പോളിഷ് കളക്ഷൻ. ഇനി വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ. ഇതറിയാത്തവരൊന്നും ഉണ്ടാവില്ലായിരിക്കാം, ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും. പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ കുറേ നെയിൽ പോളിഷൊക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നെയിൽ പോളിഷ് അങ്ങനെ വാങ്ങുന്ന ടൈപ്പല്ല. ഞാൻ പുറത്ത് പോയി എപ്പോഴും കമ്മലിൻ്റെ സെക്ഷനിലേക്ക് പോകാറുണ്ട്. അതുപോലെ നെയിൽ പോളിഷിൻ്റെ സെക്ഷനിലേക്ക് ഞാൻ വളരെ കുറവാണ് വരാറ്. പക്ഷേ നോക്കിയിട്ട് കുറേ ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്തതാണ്. പിന്നെ ഞാൻ വളഞ്ഞു തിരിഞ്ഞ് നെയിൽ പോളിഷിൻ്റെ അവിടുന്ന് നമ്മൾ ഇയറിങ്ങിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു, കമ്മലിൻ്റെ അവിടേക്ക് പോയി. പിന്നെ അവിടുന്ന് കമ്മലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു റിങ് എടുത്തിട്ടുണ്ടായിരുന്നു, 40 രൂപ എന്തായിരുന്നു, ഒരു ചെറിയൊരു റിങ്. അപ്പോൾ അത് ഞാൻ എടുത്തു, അല്ലാതെ വേറെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പോകുന്നു. അതേ മാമിൻ്റെ വീട്ടിലെത്തിയിട്ടോ നമുക്ക് അകത്തേക്ക് പോകാം ഗൈസ്. അങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ അവിടെ ഓൾറെഡി ഫ്രണ്ടിൽ കുറച്ച് ഷീറ്റൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. വീട് കാണാതിരിക്കാനോ കണ്ണ് പറ്റാതിരിക്കാനോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അവിടെ ഫ്രണ്ടിൽ പൊടി ഉണ്ട്, അത് നല്ല പൊടി പോവും. അവിടെ കല്ലുകൊണ്ട് എന്തൊക്കെയോ കുത്തുന്നൊക്കെ ഉണ്ട്, ഇങ്ങനെ കുറേ ഡ്രില്ല് ചെയ്തിട്ടുണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം പൊടി പോവും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഷീറ്റ് പോലെ ഈ ഒരു ടർപ്പായ എന്തോ വിരിച്ചെടുക്കുകയാണ്, അല്ലെങ്കിൽ ഉമ്മറത്തേക്കൊക്കെ വളരെയധികം പൊടി പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ ആദ്യം വന്നപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും കണ്ണ് പറ്റാണ്ടിരിക്കാനാണോ, അല്ലല്ല അങ്ങനെയൊന്നുമല്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെ വീട് ഇതാ ഗൈസ്. വീടൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു സീൻ ഉണ്ടാവും കേട്ടോ.
ഞാൻ പറഞ്ഞില്ലേ നൂസ് ഭയങ്കര വിഷമത്തിലാണെന്ന് അവള് കരഞ്ഞു കേട്ടോ. കരയൊന്നും തീരെ വിചാരിച്ചില്ല, ഭയങ്കര വിഷമമായിട്ടാണ് അവള് കരഞ്ഞത്. അപ്പൊ ഗായ്സ് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നൂസ് ഭയങ്കര വിഷമത്തിലായിരുന്നു കേട്ടോ. അത് നമ്മളിപ്പോൾ അങ്ങനെയല്ലേ, കുറേ ദിവസം ഒരു വീട്ടിൽ നിന്നിട്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. അപ്പോൾ നൂസ് ഭയങ്കര വിഷമിച്ചു, അവള് കരഞ്ഞു ഗൈസ്. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു, ഞാൻ വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ വിചാരിച്ചു വെറുതെ നമ്മളിങ്ങനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അയ്യോ എന്നൊക്കെ ആക്കല് അതാന്ന് വിചാരിച്ചു. പക്ഷെ അവള് ശരിക്കും കരഞ്ഞതായിരുന്നു. അങ്ങനെ ഗൈസ് നല്ല ഇമോഷണലായി എല്ലാവരും. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എവിടെ നീ ബായ് വരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത വീട്ടിലാണോ?